ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകലയും ഉദയഭാനും കൂടെ നേരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുവാണ് കേട്ടോ. കാരണം ശ്രീകല അവിടെ എല്ലാവരും നോക്കിയിട്ട് കണ്ടില്ലെങ്കിലും ഉദയഭാനു ചെറിയ സംശയമൊക്കെ ഉണ്ട്, നേരെ ദേവമംഗലത്തിൽ പോയിട്ടുണ്ടോ എന്ന്. അങ്ങനെയാണ് ശ്രീകലയെ വിളിച്ചുകൊണ്ട് ഓട്ടോയിൽ ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ദേവമംഗലത്ത് തന്നെയാണ് ദേവി എത്തിയിട്ടുള്ളത്. ദേവി വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴത്തേക്ക് മീനാക്ഷിയും മിത്രയും കൂടെ വന്ന് ഡോറ് തുറക്കണം. അപ്പോൾ മീനാക്ഷിക്കും മിത്രയ്ക്കും കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് ആദ്യം തോന്നുന്നത് കേട്ടോ ദേവിയെ കാണുമ്പോൾ. കാരണം ഇനി വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണല്ലോ. ചേച്ചി എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് അബദ്ധത്തിൽ മിത്രയുടെ വായിന്ന് വീണു പോവാണ്. അത് ദേവിയെ ഭയങ്കരമായിട്ട് വിഷമപ്പെടുത്തി. ദേവി ചോദിക്കുകയാണ്, എന്തിനാ മോളെ അങ്ങനെ ചോദിച്ചത്? എൻ്റെ വീടല്ലേ ഇത്, എനിക്കെന്താ ഇവിടെ വന്നുകൂടെ? അപ്പം മീനാക്ഷി അത് പെട്ടെന്ന് നയത്തിൽ കൈകാര്യം ചെയ്തു കേട്ടോ. ചേച്ചി അങ്ങനെ ഉദ്ദേശിച്ചല്ല എടുത്തീനെ അങ്ങനെ പറഞ്ഞത്. മിത്ര ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് പോയില്ലേ, പെട്ടെന്ന് എടുത്തി മുന്നിൽ കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ ദേവിക്ക് കാര്യമൊക്കെ മനസ്സിലായി. എന്നാലും ദേവി പറയാണ്, മോളെ എൻ്റെയും കൂടെ വീടല്ലേ ഇത്, ഞാൻ ഇവിടെയല്ലേ താമസിക്കേണ്ടത്, നിങ്ങളെല്ലാവരും എൻ്റെ അനിയത്തിമാരല്ലേ, ഇവിടെ ഉള്ളത് എൻ്റെ അമ്മയും അച്ഛനും അല്ലേ, എൻ്റെ അനിയന്മാരല്ലേ, എൻ്റെ ഭർത്താവല്ലേ ആനന്ദേട്ടൻ, ഇവിടെ നിന്ന് എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ? മീനാക്ഷി പറയാം, ഏട്ടത്തി ദേവി ഇത് ഏട്ടത്തി ഇനിയിപ്പോൾ പെട്ടെന്ന് വന്നത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് ഏട്ടത്തി ഇപ്പോൾ തിരിച്ചു പോകണം. തിരിച്ചു പോവാനോ? ഞാനോ? എന്താ മീനാക്ഷി നീ ഇങ്ങനെ പറയുന്നത്? എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോവാനാ? ഞാൻ എങ്ങോട്ടും പോവില്ല. ഇന്നലെ ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നില്ലേ, എന്നെ ഇവിടുന്ന് അമ്മ പുറത്താക്കി, എല്ലാവരും എന്നെ വിധിച്ചു. പക്ഷേ എനിക്ക് പറയാനും ചില കാര്യങ്ങളുണ്ടായിരുന്നു മീനാക്ഷി, എനിക്കത് പറയാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ ശരിക്കും പേടിച്ചു പോയി, അതുകൊണ്ടാണ് പറയാത്തത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് തെറ്റ് ചെയ്തില്ല എന്ന് ന്യായീകരിക്കാനല്ല ഞാനിപ്പോൾ വന്നത്. ആ തെറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് എനിക്ക്, അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം. എനിക്കൊരു 5 മിനിറ്റ് സമയം തന്നാൽ മതി, ഞാനത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ദേവിയെടുത്തി പ്ലീസ്, ഇനി ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ, എനിക്ക് അമ്മയെ കാണണം. അമ്മ ഉണന്നില്ലേ? അമ്മയെ ഒന്ന് വിളിച്ചേ മീനാക്ഷി, മിത്രേ ഒന്ന് അമ്മയെ വിളിക്കേ. ചേച്ചി ഇവിടെ നിൽക്കുക, ഞാൻ അമ്മയോട് പോയി ഒന്ന് സംസാരിക്കാം. അമ്മ എന്താ പറയണമെന്ന് കേൾക്കട്ടെ, അത് കഴിഞ്ഞ് ഏട്ടത്തി ഇങ്ങോട്ട് വന്നാൽ മതി. നീ എന്താ മീനാക്ഷി ഇങ്ങനെ പറയണത്? അമ്മ എൻ്റെ അമ്മയല്ലേ, അമ്മ അതിനിപ്പോൾ അനുവാദം എന്തിനാ ചോദിക്കണത്? അല്ല, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എടുത്ത് ദേവി ഇവിടെ നിൽക്കുക, ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഗോമതി ശ്രദ്ധിക്കുന്നുണ്ട്, ആരോ മുറ്റത്ത് വന്നു സംസാരിക്കുകയാണ്. എന്നിട്ട് ദേവി പറയണ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കേൾക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ദേവി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞുണ്ട്, വേണ്ട ഞാൻ തന്നെ പോയി അമ്മയെ കണ്ടോളാം, മീനാക്ഷി അങ്ങോട്ട് മാറിക്കേ എന്നും പറഞ്ഞ് രണ്ടുപേരെയും മാറ്റി ദേവി അങ്ങോട്ട് കാലെടുത്ത് അകത്തോട്ട് വെച്ചുകൂടോ കയറി ഇങ്ങോട്ട് വരാനായിട്ട്. പെട്ടെന്നാണ് നിക്കടി അവിടെ നിന്നൊരു ശബ്ദം അങ്ങോട്ട് വന്നു, നമ്മുടെ ഗോമതിയുടെ ശബ്ദം. അത് കേൾക്കണത് ഒന്ന് ഞെട്ടിത്തരിച്ച് പോവാണ് കേട്ടോ നമ്മുടെ ദേവി. നിന്നോട് ആരാടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നീ എന്തിനാ ഇതിനകത്ത് കയറുന്നത്? നീയേ നിൻ്റെ കാല് ഈ വീട്ടിനകത്തേക്ക് എടുത്തു വച്ചാൽ അത് ഞാൻ വെട്ടും, മര്യാദയ്ക്ക് നീ പൊടി. അപ്പോൾ അത് അത്രയും കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ദേവി വെച്ച കാല് ബേക്കിലോട്ട് എടുത്തു കേട്ടോ. എന്നിട്ട് പറയണ്ട, അമ്മയോ? ഏതമ്മ? നിൻ്റെ അമ്മയെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ അമ്മ എങ്ങനെയാവും? ഇവിടെ ഉള്ളവരൊക്കെ നിൻ്റെ ആരാവും? അതിനിത് നിൻ്റെ വീടാണോ? അമ്മേ ഇതെൻ്റെ വീടല്ലേ, അമ്മയും അച്ഛനൊക്കെ എൻ്റെ അല്ലേ, അതെങ്ങനെയാവൂടി? ഇത് നിൻ്റെ വീട് എങ്ങനെയാവുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അവളുടെ വീട് പോലും ഇവിടെ വീട്ടിലുള്ളവരെ എല്ലാവരെയും പറഞ്ഞും പറ്റിച്ചും വഞ്ചിച്ചിട്ട് ഇപ്പോൾ വീടെന്നും പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാ? ആരും പറഞ്ഞു വിട്ടതല്ലമ്മേ. എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയുമോ? ഇതെൻ്റെ വീടല്ലേ, ഞാനിവിടെ അല്ലേ കല്യാണം കഴിഞ്ഞ് വന്നത്. ഓ അത് ശരി, ഇപ്പോൾ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി നീ വന്നതാണല്ലേ. നിന്നെ ഞാൻ ഇന്നലെ കഴുത്തിന് പിടിച്ച് വെളി തള്ളിയതാണ്, വീണ്ടും നാണമില്ലാതെ കയറി വന്നിരിക്കുന്നു. എടി എന്നെ അറിഞ്ഞുകൊണ്ട് നീ ചെയ്ത തെറ്റാണ്. അറിയാതെ ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ക്ഷമിക്കും. പക്ഷേ അറിഞ്ഞുകൊണ്ട് നീ എല്ലാവരും ചതിച്ചുകൊണ്ടിരുന്നതല്ലേ, നിന്നോട് ഇനി ഞാൻ എങ്ങനെ ക്ഷമിക്കും? എൻ്റെ വീട്ടുകാരെങ്ങനെ ക്ഷമിക്കും? അതുകൊണ്ട് നീ ഇനി ഇവിടെ കയറിപ്പോകരുത്, വന്നതുപോലെ നീ തിരിച്ചു പോക്കോ. അമ്മേ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. എന്തവസ്ഥ? എൻ്റെ മോനെ ഇത്രത്തോളം ആക്കി, അവനെ മാനസികമായി തകർത്തു. പോരാഞ്ഞിട്ട് എൻ്റെ ബാലേട്ടൻ നീ തകർത്ത് കളഞ്ഞില്ലേടി. നിന്നെ എന്തുമാത്രം വിശ്വസിച്ചതാണ് ആ മനുഷ്യൻ അല്ലേ? എന്നിട്ടോ ഞാൻ ഇന്ന് വരെ എൻ്റെ ബാലേട്ടനെ ഒന്നുകൊണ്ടും കുറ്റപ്പെടുത്തിയിട്ടില്ല. നിനക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ആ ബാലേട്ടനോട് കുറ്റപ്പെടുത്തലായിരുന്നു. അറിയോ, ആ പാവത്തിനെ ഒന്നും അറിയാതെ ആ മനുഷ്യൻ ഈ ചതിയിൽ പെട്ടുപോയി, നീയൊക്കെ ചേർത്ത് പെടുത്തി അല്ലേ? എന്നിട്ട് അവൾ വലിയ ന്യായം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കുന്നു. അപ്പോൾ ബാലനും ഈ ശബ്ദം കേട്ട് ഇങ്ങോട്ട് വന്നു. ആര്യനും ആനന്ദും എല്ലാവരും വന്നിട്ടുണ്ട്.
ബാലനെ കണ്ടതും ദേവി ബാലച്ചനൊന്ന് പറ അച്ഛാ, അച്ഛൻ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയാനുണ്ട്, അതെനിക്ക് പറയണം. നിൻ്റെ ഒരു കാര്യവും ഇങ്ങോട്ട് പറയണ്ട, നീ ഓരോരുത്തരെയും വിളിച്ച് വിളിച്ച് പറയുകയും വേണ്ട. അപ്പോൾ മീനാക്ഷിയോടും മിത്രയോടും പറയാം, ദേവി ഇത് മീനാക്ഷി, മിത്രേ, ദേവി ഇത് എനിക്ക് വേണ്ടി ഒന്ന് പറയൂ, എനിക്ക് ചില കാര്യങ്ങൾ. അപ്പോൾ മീനാക്ഷി മിത്രയും അന്തം വിട്ടിങ്ങനെ നിൽക്കുക, എന്ത് പറയാൻ പറ്റും? നീ അവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അനുമോളെ, പ്ലീസ് അനുമോളെ, നീ അങ്ങോട്ടൊന്നും പറയോ? അനുമോളോടോ? അനുമോളോട് നീ എന്താ പറയണത്? അനുമോളോട് കൊണ്ട് പറയിപ്പിക്കണോ? നാണം ഉണ്ടോടി നിനക്ക്? അനുമോളുടെ അവസ്ഥ നിനക്കറിയോ? ഇപ്പോൾ അവൾ ഏത് സ്ഥിതിയിലാണ് ജീവിക്കണേന്ന്? മനസ്സിനൊരു സമാധാനം പോലും കിട്ടാതെ ആ കൊച്ചു മനസ്സുകൊണ്ട് പ്രയാസപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടെ ഇപ്പോൾ വീട്ടിൽ സമാധാനക്കേടും വന്നു, എല്ലാവരുടെ ടെൻഷനും. എന്നിട്ട് ആ പെങ്കൊച്ചിനോട് പറയുന്നു അമ്മയോട് സംസാരിക്കാനെന്ന്. ഇത്രയും ചതിച്ചും വഞ്ചിച്ചും കുടുംബം മുഴുവനും ഫ്രോഡ് കേസുകൾ വീണ്ടും വന്നേക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഗോമതി പറയാട്ടോ. അവസാനം ദേവി കരഞ്ഞപേക്ഷിക്കുകയാണ്, എനിക്കൊരു 5 മിനിറ്റ് സമയം താമേ, എനിക്ക് പറയാനുള്ളതൊന്ന് പറ, ഞാൻ പറയണതൊന്ന് കേട്ടാൽ മാത്രം മതി, അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. അപ്പോൾ തന്നെ അവിടെ നിന്നും കൊണ്ട് നമ്മുടെ മീനാക്ഷി പറയാം, അമ്മേ ഏട്ടത്തി ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്, പക്ഷേ ഏട്ടത്തിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് സമയമല്ലേ ചോദിക്കുന്നു, ഏട്ടത്തി പറഞ്ഞിട്ട് പൊക്കോട്ടെ. ആഹാ, അത് ശരി, ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായില്ലേ? അതുപോലെ അനുമോളും ഇതേ ഡയലോഗ് പറയുന്നുണ്ട്, അനിയത്തിയും ചേട്ടത്തിമാരും എല്ലാവരും കൂടെ ഒറ്റക്കെട്ട്, ഞാൻ മാത്രം കുറ്റക്കാരി. അങ്ങനെയല്ല അമ്മ ഉദ്ദേശിച്ചത്, ഏട്ടത്തിക്ക് എന്താ പറയാനുള്ളത് അത് പറയട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവളൊന്നും പറയാനില്ല, അവൾ പറഞ്ഞിടത്തോളം മതിയായി. ഇനി ഇവളെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമോ? നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ? കള്ളി, പേരും കള്ളി, അവൾ എന്നെ ചതിച്ചു. എടി, നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാടി, എന്നിട്ട് നീ രഹസ്യമായിട്ട് ഞങ്ങളെല്ലാവരെയും ചതിച്ചു കൊണ്ടിരുന്നു. ഒരു വാക്ക് നീ പറഞ്ഞോ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ കുടുംബം ഇങ്ങനെയാണെന്ന്? പറഞ്ഞില്ലല്ലോ. എന്നിട്ട് എൻ്റെ ബാലേട്ടൻ എല്ലാവരും മുമ്പിൽ നാണം കെട്ടും തല താഴ്ത്തി നിൽത്തേണ്ട ഗതി നീ ഉണ്ടാക്കി വെച്ചില്ലേ? നിന്നോട് ഞാൻ ക്ഷമിച്ചതിനകത്ത് കയറ്റുമെന്ന് നീ വിചാരിച്ചോ? ഒരിക്കലുമില്ല, നിനക്ക് ഞാൻ മാപ്പ് തരില്ല. അവസാനം ദേവി പറയും, ഇല്ലമ്മേ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാനാണ് ഇവിടെ വന്നത്, അത് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവി അങ്ങ് കട്ടയ്ക്ക് നിൽക്കുകയാണ്. പക്ഷേ ബാലൻ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. അവസാനം ഇനിയിപ്പോൾ ആകെ ഇവിടെ വലിയൊരു പ്രശ്നമാവുമെന്നും വെച്ചിട്ട് ആനന്ദ് ഇങ്ങനെ ദേഷ്യം കൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ ഗോമതി എന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ദേവിയുടെ കൈ പിടിച്ച് വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ട് തള്ളിയാണ്. മേലാൽ ഇതിനകത്ത് നീ കയറിപ്പോകരുത്, ഇറങ്ങിപ്പൊക്കോളണം, എൻ്റെ കുടുംബം തകർത്തിട്ട് കയറി വന്നേക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് കഥക് വലിച്ചടയ്ക്കുക കേട്ടോ. അപ്പോൾ പുറത്ത് നിന്നും കൊണ്ട് ദേവി, അമ്മേ വാതിൽ തുറാമേ, ഞാൻ എങ്ങോട്ട് പോവാനാ, എനിക്ക് ഈ വീടല്ലേ ഉള്ളൂ, നിങ്ങളൊക്കെയല്ലേ എൻ്റെ ആൾക്കാർ, ആനന്ദേട്ടാ പ്ലീസ് ആനന്ദേട്ടാ, എന്നെ അകത്ത് കയറ്റ ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിയോട് വിളിട്ടോ. അപ്പം അകത്ത് നിന്നും കൊണ്ട് മീനാക്ഷിക്കൊക്കെ വലിയ സങ്കടം. പെട്ടെന്ന് തന്നെ നമ്മുടെ ആനന്ദ് ഇവളവിടെ നിന്നുകൊണ്ട് കരഞ്ഞു മെഴുകുന്നു. ഇവക്ക് ഞാൻ ഇപ്പം നോക്കിക്കോന്നും പറഞ്ഞുകൊണ്ട് ദേവി അടിക്കാനായിട്ട് പുറത്ത് പോവാണ് കേട്ടോ. ആര്യനും ആകാശം കൂടെ പോയി തടഞ്ഞിട്ട് പറയാം, ദേവി ഇത് ആനന്ദേട്ടൊന്നും ചെയ്യല്ലേ, സ്ത്രീകളെ തൊട്ട് കഴിഞ്ഞാൽ കേസ് മാറും, അതിനേക്കാളും ഏട്ടനൊന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് ആനന്ദിനെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ സ്ത്രീകളെ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഗോമതി പറയാം, ഇവളീ ചെയ്തതിന് എല്ലാത്തിനും കാരണക്കാരി ഇവളെ തന്തയും തള്ളയാണ്, അവരെ അറിഞ്ഞിട്ടായിരിക്കും ഇവളിങ്ങോട്ട് വന്നത്, എന്തായാലും അവരെ ഒന്ന് വിളിച്ച് പറയണം, വന്ന് വിളിച്ചുകൊണ്ട് പോവാൻ. അവരെന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാന്ന് എനിക്ക് അറിയണമല്ലോ. ബാലേട്ടൻ്റെ ഫോണിങ് എടുത്തേ, ഞാൻ ഒന്ന് വിളിക്കട്ടെ. ബാലൻ പറഞ്ഞോണ്ട് ഫോൺ അവിടെ ഇരിക്കുകയാണെന്ന്. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കത്തിരുന്ന് ഇവരിങ്ങനെ ദേവി അന്വേഷിച്ച് നടക്കുകയാണല്ലോ. അപ്പോഴാണ് ഗോമതിയുടെ ഫോണ് വരുന്നത്. ഉദയഭാനു പറയുന്നുണ്ട്, ഗോമതിയാണ് വിളിക്കുന്നത്. അവരെന്തിനാ കടന്നുകൊണ്ട് വിളിക്കുന്നത്, ഇങ്ങോട്ടെടുക്കും, ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് എടുത്ത് ശ്രീകല സംസാരിക്കുക. എന്താ ഗോമതി? കൊള്ളാം, അഭിനയമൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടാ, മോളെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് സുഖിച്ചങ്ങ് ഇരിക്കുകയാണ്, ഞങ്ങളങ്ങ് അകത്ത് കയറ്റുമെന്ന് വിചാരിച്ചോ? എന്തൊക്കെയാ ഗോമതി നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തുന്നാ, ഞാൻ ആരെ പറഞ്ഞു വിട്ടുന്നാ? അഭിനയിക്കല്ലേ സ്ത്രീകളെ, നിങ്ങൾ കുറേ ഞങ്ങളെ പറ്റിച്ചു, അഭിനയിച്ചു, ഞങ്ങളിതെല്ലാം വിശ്വസിച്ചു, ഇനി നിന്നെ ഒരു പൊടിക്കും ഞങ്ങൾ വിശ്വസിക്കില്ല. ഇല്ലെന്നേ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ദേവിയെ കാണാനില്ലാത്തതുകൊണ്ട് അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നെ ദേവിയെ കാണാനില്ലാതെ അന്വേഷിച്ച് നടക്കുക അല്ലേ? പറഞ്ഞു വിട്ട സ്ഥലം ഓർമ്മയില്ല എന്നൊക്കെ ഗോമതി വിട്ടുകൊടുക്കണില്ല. അവസാനം ഓട്ടോറിക്ഷ നിർത്തിയിട്ട് സ്ത്രീകളെ പുറത്തിറങ്ങി നിന്നിട്ട് ഗോമതിയെ കുറേ പറയാനുണ്ട് കേട്ടോ. എൻ്റെ മോളെ അവിടെ എത്തിയെന്നാണോ നിങ്ങൾ പറയുന്നത്? ദയവ് ചെയ്ത് എൻ്റെ മോള് ഞങ്ങൾ അവിടെ വന്നോളാം, വന്ന് അവളെ വിളിച്ചുകൊണ്ട് പൊക്കോളാം, അവിടെ എത്തുന്നത് വരെ അവളെ ഒരിടും പറഞ്ഞു വിടരുത്, നിങ്ങൾ ദയവ് ചെയ്ത് അവളെ നോക്കിക്കോണേ. ആഹാ, അത് കൊള്ളാലോ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോളെ ഞങ്ങൾ നോക്കണമെന്നല്ലേ?
അതിനാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. മനസ്സിലായി. അയ്യോ എൻ്റെ ഗോമതി ദേവി ഇത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ദേ ഞാൻ വിശ്വസിക്കുകയില്ല, ഒന്നുമില്ല. മര്യാദയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു, മര്യാദയ്ക്ക് വന്ന് മോളെ വിളിച്ചുകൊണ്ട് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കിക്കോ എന്നും പറഞ്ഞു ഫോണും വയ്ക്കുക കേട്ടോ. അപ്പം ഉദയഭാനുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇവളവിടെ ചെന്നിട്ടുണ്ട്. ആ ഗോമതിയാണെങ്കിൽ വീണ്ടും അവളെ അടിച്ച് പുറത്താക്കിയെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞ് ഇവരിങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ മോള് വെളിയിൽ നിൽക്കുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് തട്ടൽ മര്യാദയ്ക്ക് വാതിൽ തുറക്കുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് ഇവരാരും വാതിൽ തുറക്കണില്ല കേട്ടോ. അപ്പോൾ ദേവിയാണെങ്കിലും കരച്ചിൽ, അമ്മയെ തുറക്കും, ഞാൻ പോവില്ല അമ്മേ, എനിക്ക് പറയാനുള്ള കേൾക്കണം അമ്മയെന്നെല്ലാം പറഞ്ഞ് അവസാനം അകത്തിരുന്ന് ഇവർക്ക് പ്രാന്തായി കേട്ടോ. ശ്രീകല വെളിയുന്നുണ്ട് പറഞ്ഞിട്ടോ, ഒരു ദേവമംഗലം കുടുംബം വന്നിരിക്കുന്നു, നാശം, നീയൊക്കെ നശിച്ച് നാരായണക്കല്ലെടുക്കും, ഒരു കാലത്ത് ഗുണം പിടിക്കൂലേന്ന് പറഞ്ഞ് തലയിൽ കൈ വെച്ച് പ്രാകും കേട്ടോ. എൻ്റെ മോള് ഒരു പെങ്കൊച്ച്, അത് ഈ വീട്ടിലെ മരുമോള്, ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നല്ലേ ഇവളെ, എത്രയൊക്കെ ആയാലും ഈ വീട്ടിലെ മരുമോളല്ലേ. ആ പെങ്കൊച്ച് വീട്ടിൻ്റെ നടയിൽ വന്ന് നിലവിളിച്ചിട്ട് മനസ്സലിയാത്ത കൂട്ടങ്ങൾ, കല്ലും മനസ്സുകളല്ലേ നീയൊക്കെ, നശിച്ചു പോകുമെന്നും പറഞ്ഞുകൊണ്ട് അകത്തുനിന്ന് അവസാനം നമ്മുടെ ഗോമതിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചിട്ട് അപ്പോൾ അവർ പറയാനുണ്ട്, കണ്ടോ ഇത്രയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞ് തൊലയ്ക്കുന്ന കണ്ടോ അവൾ. അപ്പോൾ മീനാക്ഷിയും ഇത്രയും കൂടെ പറയാം, ഈ സ്ത്രീ എന്ത് പണിയാ ദൈവമേ ഈ കാട്ടി കൂട്ടണത്, ഒരു പിടുത്തമില്ല, കാര്യങ്ങൾ സംസാരിച്ച് നയത്തിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പരിഹരിച്ച് ഇതൊന്ന് ശരിയാക്കി എടുക്കണമെന്നല്ല അവരുടെ താല്പര്യം. അവരെന്തൊക്കെയാണ് ഇവർത്തുനിന്ന് വിളിച്ച് പറയുന്നത്, ആർക്കായാലും ഇതൊക്കെ കേട്ടാൽ എരി കൂടും, ദേഷ്യം കൂടെ ഉള്ളൂ, വാശി കൂടെ ഉള്ളൂ. പക്ഷെ എന്നിവരിങ്ങനെ തമ്മിൽ പറയാണ് കേട്ടോ. ബാലനും ഗോമതിക്കും ആനന്ദിനും ആകാശവും ആരിനൊക്കെ പ്രാന്ത് പിടിച്ച് നിൽക്കട്ടോ. അങ്ങനെയാണ് നമ്മുടെ ശ്രീകല പുറത്ത് നിന്നുകൊണ്ട് പ്രാഗി തൊലയ്ക്കുന്നത്. അവസാനം നിവർത്തിയില്ലാണ്ട് മോളെയും കൂട്ടി പോവേണ്ട ഗതി ആവുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്